ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തേങ്ങാപ്പീര ഉപയോഗിച്ച് അടിപൊളി ചമ്മന്തിപ്പൊടി നമുക്ക് റെഡിയാക്കാം. ഇങ്ങനെ ചമ്മന്തിപ്പൊടി റെഡിയാക്കുമ്പോൾ ഒരുപാട് നാൾ കേട് കൂടാതെയും പരസ്പരം ഒട്ടിപ്പിടിക്കാതെ തരിത്തരിയായി വിട്ടു നിൽക്കുന്ന ചമ്മന്തിപ്പൊടി നമുക്ക് പെട്ടെന്ന് കിട്ടും. വരൂ, നമുക്ക് ഒട്ടും വൈകാതെ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. ആദ്യമായി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുന്നുണ്ട്. അതിലോട്ട് ഞാനൊരു 20ഓളം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിൽ കിടന്ന് നന്നായി ഒന്ന് ചൂടായി ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവേ. ഇതുപോലെ നന്നായി എല്ലാ ഭാഗവും ഒരുപോലെ ചൂടാവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം പെട്ടെന്ന് ചൂടായി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നന്നായി റോസ്റ്റ് ചെയ്തതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്ത് ഒന്ന് ക്രിസ്പായിട്ട് വരണം. ഇത് പെട്ടെന്ന് ചൂടായി കിട്ടേ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുളകൊക്കെ വെച്ചില്ല ആ പാത്രത്തിലോട്ട് ഇത് വീണ്ടും കോരി മാറ്റാം. ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത് തേങ്ങാപ്പീരയാണ്. നമ്മൾ പായസത്തിനൊക്കെ എടുക്കുമ്പോൾ 1-ാം പാൽ 2-ാം പാലൊക്കെ മാറ്റി വെക്കില്ലേ, ഇതുപോലെ മാക്സിമം 2-ാം പാലൊക്കെ എടുത്ത് വെച്ച ശേഷമുള്ള തേങ്ങാപ്പീര വേണം എടുക്കാൻ. മുഴുവൻ പാലും ഊറ്റി വെച്ച ആ ഒരു ചണ്ടി ചേർക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് ഭയങ്കര ഡ്രൈ ആയി പോവും. 2-ാം പാലൊക്കെ എടുത്ത് വെച്ച ശേഷമുള്ള തേങ്ങാപ്പീര ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പെർഫെക്റ്റ് ആയിരിക്കും. തേങ്ങാപ്പാലൊക്കെ എടുത്തുകൊണ്ട് തന്നെ തേങ്ങാപ്പീര നല്ല പൊടിയായിട്ടാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വറുത്തെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. ഇനി ഇത് കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് ഡ്രൈ ആയി വരുന്നത് വരെ ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണേ. ഞാൻ ഈ കാണിക്കുന്ന ചമ്മന്തിപ്പൊടി 2 തേങ്ങയുടെ പീര കൊണ്ടുള്ളതാണ്. എല്ലാം ആ ഒരു ക്വാണ്ടിറ്റിയിലേക്കുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. പെട്ടെന്നായി കിട്ടാൻ ഫ്ലെയിം കൂട്ടി വെക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചമ്മന്തിയുടെ ടേസ്റ്റേ മാറിപ്പോവും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഒരു 5-6 ചെറിയ ഉള്ളി ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഈ തേങ്ങയിൽ കിടന്ന് നന്നായി ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോട്ടെ. ചമ്മന്തിയൊക്കെ ഒരുപാട് നാളത്തേക്ക് സൂക്ഷിച്ച് വെക്കുന്നവർ, അതുപോലെ ഹോസ്റ്റലേഴ്സിനൊക്കെ കൊടുത്തു വിടില്ലേ, അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഈ ചെറിയ ഉള്ളി ചേർക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അധിക നാൾ കേടാവാതെ ഇരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ഉള്ളി അവോയ്ഡ് ചെയ്താലും മതിയാവും. ഞാൻ ഇതുപോലെ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കൂടി എടുത്തിട്ടുണ്ട്. ഇതും ഇതിലോട്ട് ചെറിയ പീസസ് ആയിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ കിടന്നിങ്ങനെ ചൂടായി വരുമ്പോൾ ഒരുമിച്ച് പൊടിച്ചെടുക്കാൻ ഈസി ആയിരിക്കും. കൂട്ടത്തിലിടാതെ ഇതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് നാരും കുരുവും എല്ലാം കളഞ്ഞെടുത്ത പുളിയാണേ. ഇനി നന്നായി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ. ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിൽ വെച്ചാൽ മതി. ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇതിൻ്റെ കളറൊക്കെ നന്നായി മാറി വരുന്നത് വരെ ഇളക്കണം. ഇത് കുറച്ചൊന്ന് ഡിമ്മായി വരും. ഇതിൻ്റെ കളറ് കുറച്ച് കഴിയുമ്പോൾ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറും. ആ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ കറക്റ്റ് പരുവത്തിലെത്തിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മുടെ ചീനച്ചട്ടിക്ക് ചൂടുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റാണോ എന്ന് മനസ്സിലാവില്ല. ലാസ്റ്റ് മുളകും എല്ലാം ചേർത്ത ശേഷം ഒന്ന് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ആവശ്യമെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് കൂടുതലും പറ്റക്കുറവും ഉപ്പ് ചേർക്കേണ്ടതില്ല. ഞാൻ എരിവിനും കളറിനുമായിട്ട് കുറച്ച് മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് റോസ്റ്റായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും. നിങ്ങൾ മുഴുവനായിട്ടുള്ള മല്ലി ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ മുളകെല്ലാം വറുത്തെടുത്തില്ലേ, ആ സമയത്ത് ഒരു 1 ടീസ്പൂൺ മല്ലി കൂടി എടുത്താൽ മതിയാവും. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് മല്ലിപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. കായത്തിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ടെങ്കിൽ ചമ്മന്തിപ്പൊടിക്ക് നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മുളക്, കറിവേപ്പില എല്ലാം ഇല്ലേ, ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായി പൊടിച്ചെടുക്കാം. ശേഷം ഈ പൊടി ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ ചൂടൊക്കെ നന്നായി ആറിക്കഴിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടി പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ചമ്മന്തിപ്പൊടി റെഡിയാവുകയെ. ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് പൊടിച്ചെടുക്കണമെന്നില്ല. ഒരു 2 പ്രാവശ്യമൊക്കെ ആയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും.
ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ചമ്മന്തിപ്പൊടി നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ മുളക് നേരത്തെ പൊടിച്ചിരുന്ന അതേ ജാറ് തന്നെയാണ് എടുക്കുന്നത്. അത് കഴുകിയിട്ടൊന്നുമില്ല. നിങ്ങൾ ഇതൊക്കെ എടുക്കുമ്പോൾ നനവില്ലാത്തത് എടുക്കാൻ ശ്രദ്ധിക്കണേ. സ്പൂണും പാത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ നനവില്ലാത്തത് ചൂസ് ചെയ്താൽ കൂടുതൽ കാലം കേടാവാതെ ഇരിക്കും. ഇനി ഇത് നന്നായി പൊടിച്ചെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതുപോലെ അടുത്ത ബാച്ചും കൂടി പൊടിച്ചെടുക്കാം. ബാക്കിയുള്ളതും കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാവുന്നതാണ്. ഉപ്പും കായത്തിൻ്റെ ടേസ്റ്റൊക്കെ കറക്റ്റാണോ എന്ന് ഈ സമയം നോക്കിയാലേ മനസ്സിലാവുകയുള്ളൂ. ശേഷം ആവശ്യമെങ്കിൽ നമുക്ക് പാകത്തിന് ഉപ്പും കായമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്ക് നോർമൽ തേങ്ങ വെച്ചിട്ടും ഇതുപോലത്തെ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരാം. കുറേ സമയം നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടി വരും. തേങ്ങാപ്പീരയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഡ്രൈ ആയി കിട്ടിക്കോളും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തിപ്പൊടി ചേർത്ത് അതിന് മുകളിലായി നല്ല ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കുഴച്ച് കഴിച്ച് കഴിഞ്ഞാൽ അപാര ടേസ്റ്റാണ്. കൂടാതെ ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് ചമ്മന്തിപ്പൊടിയാണിത്. എല്ലാവരും തീർച്ചയായും ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി റെഡിയാക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ. കൂടാതെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ. വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം. താങ്ക്